നമസ്കാരം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണത്രേ. പക്ഷേ മുഖ്യന്റെ ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാതിരിക്കാനാവില്ല. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കോണകത്തിന്റെ അത്രയുമുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാൻ കേരള മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ കൂടിയേ തീരൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്കുള്ള വാടക കൊടുക്കാൻ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി. 25 ലക്ഷത്തിന് മേലുള്ള ബില്ലുകൾ പാസാക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ഇതിനുവേണ്ടി ഒഴിവാക്കിയിരിക്കുന്നത്. പിന്നാലെ ഹെലികോപ്റ്ററിന് 3 മാസത്തെ വാടകയായി 2.4 കോടി അനുവദിക്കുകയും ചെയ്തു. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത്. 80 ലക്ഷം രൂപയാണ് 1 മാസത്തെ വാടക. ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. മെയ് 6-നാണ് ഹെലികോപ്റ്റർ വാടക ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. തുടർന്ന് പണം അടിയന്തരമായി അനുവദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സാമൂഹ്യ പെൻഷനുകളും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പോലും മുടങ്ങിയിരുന്നു. പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. നിത്യനിദാന ചെലവ് പോലും കൃത്യമായി നടത്താനാവുന്നില്ല. മാത്രമല്ല, പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് മാത്രമായി 24,000 കോടിയുടെ പാക്കേജ് അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ KN ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പിണറായിക്കോ ഉളുപ്പില്ല, ബാലഗോപാലിനെങ്കിലും കുറച്ച് നാണം വേണ്ടേ? ഇവിടെ മുഖ്യന്റെ ധൂർത്ത്, എന്നിട്ട് കേന്ദ്രത്തിന്റെ മുന്നിൽ കൈനീട്ടാൻ ഒരു ധനമന്ത്രിയും. കോവിഡ് ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും തടസ്സമാകുന്നുവെന്ന് ഇന്നും പരാതി. പണമില്ലാത്തതിനാൽ സർക്കാർ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു. ആശുപത്രികളിൽ മരുന്നില്ല. സ്റ്റെന്റ് അടക്കമുള്ളവ വാങ്ങിയതിന്റെ പണം കുടിശ്ശികയായതിനാൽ ഹൃദയ ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കേണ്ടി വരുന്നു. സംസ്ഥാനം നേരിടുന്ന മറ്റു പ്രതിസന്ധികൾ ഒന്നും മുഖ്യന് വിഷയമേ അല്ല. ഉള്ള സമയം കൊണ്ട് മാക്സിമം അനുഭവിക്കുക, അത്ര തന്നെ. എത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും ഒരു ഉളുപ്പുമില്ലാതെ അപ്പനും മോളും ചേർന്ന് കേരളം വിറ്റുതുലയ്ക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPM മൊത്തത്തിൽ പിണറായിക്കെതിരെ തിരിയുന്നത് കണ്ട് സമനില നഷ്ടപ്പെട്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. വിമർശനങ്ങൾക്ക് പുല്ലുവില കൊടുക്കാത്ത പിണറായിയുടെ ധാർഷ്ട്യം സ്വന്തം അണികൾക്ക് പോലും ഇപ്പോൾ അത്ര ദഹിക്കുന്നില്ല. ഇതാണ് ജില്ലാ സമ്മേളനങ്ങളിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പവൻ ഹംസ് കമ്പനിയിൽ നിന്ന് ടെൻഡർ ഇല്ലാതെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് വിവാദമായിരുന്നു. 2020 ഏപ്രിലാണ് 1 വർഷത്തേക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. 1.44 കോടി രൂപയും GSTയുമായിരുന്നു മാസ വാടക. ഹെലികോപ്റ്റർ വാടക, സംരക്ഷണം എന്നിവയ്ക്കായി സർക്കാർ ചെലവാക്കിയത് 22.21 കോടി രൂപയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഹെലികോപ്റ്റർ യാത്രകൾ എന്നും വിവാദമായിരുന്നു. തൃശൂരിൽ പാർട്ടി സമ്മേളനത്തിൽ നിന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് നടത്തിയ ഹെലികോപ്റ്റർ യാത്ര അന്ന് വിവാദമായിരുന്നു. ഹെലികോപ്റ്റർ വാടക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഈടാക്കാനുള്ള അന്നത്തെ തീരുമാനവും വിവാദങ്ങൾക്ക് എരിവും പുളിവും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന് സ്വന്തമായി ഹെലികോപ്റ്റർ എന്ന ചർച്ചകളും സജീവമായത്. VS സർക്കാരിന്റെ കാലത്ത് സമാനമായ രീതിയിൽ ശുപാർശ വന്നെങ്കിലും അന്ന് ഈ ആവശ്യം VS തള്ളിക്കളഞ്ഞിരുന്നു. ഖജനാവിന് അധിക ബാധ്യത വരുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു VS ഈ ശുപാർശ തള്ളിക്കളഞ്ഞത്. ഹെലികോപ്റ്റർ യാത്രകൾക്ക് പിന്നിലെ നിഗൂഢതകൾ എന്നെങ്കിലും പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് പിണറായി രായാവിന്റെ പ്രജകൾ.